HB ടോയ്സിൻ്റെ 1:10 സ്കെയിൽ വരുന്ന ZP-1005 എന്ന് പറഞ്ഞ മോഡലാണ് നമുക്കിന്ന് അൺബോക്സ് ചെയ്യാനുള്ളത്. അപ്പോൾ എങ്ങനെയുണ്ട് നോക്കിയാലോ. ബോക്സുമെന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ബോക്സിൻ്റെ പുറത്ത് എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. റിമോട്ടിൻ്റെ സ്പെക്ക്, വണ്ടിയുടെ സ്പെക്ക്, 4 വീൽ ഡ്രൈവ് ആണ്, സ്പ്ലാഷ് പ്രൂഫാണ്, വാട്ടർ പ്രൂഫ് അല്ല, നല്ല സസ്പെൻഷൻ ഉണ്ടെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ, റേസിംഗ് റാലി എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൻ്റെ നെയിംസ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ പുറത്ത് എഴുതിയിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ IPX4 ആണ്, സ്പ്ലാഷ് പ്രൂഫാണ്, വാട്ടർ പ്രൂഫ് അല്ല. പിന്നെ ഇവർ മെൻഷൻ ചെയ്തിരിക്കുന്നത് 15+ km/h ആണ് മാക്സിമം. പുറത്ത് ക്ലൈംബിംഗ് ബീസ്റ്റ് എന്നൊക്കെയുള്ള ഇതിൻ്റെ സ്കെയില്, പേര്, കാര്യങ്ങൾ, 4 വീൽ ഡ്രൈവ് ആണ് ഞാൻ മെൻഷൻ ചെയ്ത പോലെ. പിന്നെ പുറത്ത് റിമോട്ടിനെ കുറിച്ചിട്ട്, റിമോട്ടിൻ്റെ സ്പെക്ക് കാര്യങ്ങൾ, വണ്ടിയുടെ സ്പെക്ക് കാര്യങ്ങളൊക്കെ ഇതിന് പുറത്ത് അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. റിമോട്ടിൻ്റെ ഫങ്ഷൻസ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ പുറത്ത് തന്നെ മനസ്സിലാവുന്ന രീതിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽസൊക്കെ അറിയാൻ എളുപ്പമായിരിക്കും നോക്കുന്ന ആൾക്കാർക്ക്. പിന്നെ ഇതിൻ്റെ പുറത്ത് ഞാൻ പറഞ്ഞ പോലെ 2.4 GHz ആണ് റിമോട്ട്, 1:10 സ്കെയിലാണ്, 4 വീൽ ഡ്രൈവ് ആണ്, റെഡി ടു റൺ മോഡലാണ്. പിന്നെ ബെയറിങ് കാര്യങ്ങൾ, അതുപോലെ തന്നെ സെർവോ ഡീറ്റെയിൽസ്, ഫ്രണ്ടിലുള്ള ഗാർഡ് അത്യാവശ്യം നല്ല കൊളീഷൻ കൺട്രോൾ ഗാർഡ് ഉണ്ട്, ടയർ സ്മൂത്ത് ടയറാണ് വരുന്നത്. പിന്നെ സസ്പെൻഷൻ, അതിനൊക്കെ ഡീറ്റെയിൽസ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ബോക്സിനടുത്ത് നമുക്ക് ആദ്യം വരുന്നത് ഇതിൻ്റെ മാനുവലാണ്. ഇവർ അവൈലബിൾ ആയിട്ടുള്ള മോഡൽസൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ റിമോട്ടിൻ്റെയും അതുപോലെ തന്നെ ഇതിൻ്റെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ ചേഞ്ച് ആക്കാനുള്ള എല്ലാ ഡീറ്റെയിൽസ് എല്ലാം ഇതിനകത്ത് വൃത്തിയിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളത്. ഇനി ഇതാണ് ഇത് റിമോട്ട് വരുന്നത്. ഗൺ ടൈപ്പ് റിമോട്ടാണ്, അത്യാവശ്യം നല്ല അടിപൊളി റിമോട്ടാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഫങ്ഷൻസൊക്കെ ഓരോന്നോരോന്ന് നോക്കാം. ഇത് ഓൺ ഓഫ് ബട്ടണാണ് ഫസ്റ്റ് വരുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ത്രോട്ടിൽ കൺട്രോൾ ചെയ്യാനുള്ളത്. പിന്നെ ഇത് സ്റ്റിയറിങ് കൺട്രോൾ ചെയ്യാനുള്ളതാണ്, സ്റ്റിയറിങ്. പിന്നെ ഇത് നമുക്ക് സ്റ്റിയറിങ്ങിനെ റിവേഴ്സ് ഫോർവേഡൊക്കെ ചേഞ്ച് ആക്കാൻ പറ്റും ഫങ്ഷൻസിനെ, അതിനുള്ള സ്വിച്ചാണ്. ഇത് ഇതിൻ്റെ ത്രോട്ടിൽ അത്യാവശ്യം നല്ല സ്മൂത്ത് ത്രോട്ടിൽ തന്നെയാണ്, അത്യാവശ്യം നല്ല ഹാൻഡി ആയിട്ടാണ്. ഇതാണ് ഇതിൻ്റെ ബാറ്ററി കമ്പാർട്ട്മെൻറ്റ് വരുന്നത്. 4 AA ബാറ്ററിയാണ് വരുന്നത്. അത്യാവശ്യം നല്ല ഹാൻഡിയാണ്, തീരെ അധികം വെയിറ്റ് ഇല്ല. നമുക്ക് നല്ലൊരു സ്റ്റാൻഡേർഡ് സാധനമാണ് റിമോട്ട് കാണുന്നത്. അപ്പോൾ ഏറെക്കുറെ ഇതാണ് റിമോട്ടിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് വണ്ടിയിലോട്ട് പോകാം. ആദ്യം ഞാൻ സസ്പെൻഷൻ കാണിച്ചു തരാം. ഇതാണ് സസ്പെൻഷൻ. സ്മൂത്തല്ല, കുറച്ച് ഹാർഡാണ്. ഡ്രോബാക്സൊക്കെ പറയാലോ. അത്യാവശ്യം കുറച്ച് ഹാർഡ് സസ്പെൻഷനാണ്, അത്ര സ്മൂത്തല്ല. ഇനി ഇതാണ് നമ്മുടെ വണ്ടി. 46 സെൻറ്റിമീറ്ററോളം നീളമുണ്ട് വണ്ടിക്ക്. റിമോട്ടിൽ അത്യാവശ്യം നല്ല പെർഫോമൻസുള്ള വണ്ടിയാണ്, കുഴപ്പമില്ലാത്ത രീതിയിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. ഇനി നമുക്ക് ഇതാണ് ഇതിൻ്റെ ബോക്സിൻ്റെ കൂടെ വരുന്ന എക്സ്ട്രാ ഐറ്റംസ്. കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ട് ഒട്ടിക്കാനുള്ളത്. പിന്നെ ഇതാണ് ഇതിൻ്റെ ബാറ്ററി. ഒറ്റ ബാറ്ററി ഉള്ളൂ, അതൊരു ഡ്രോബാക്കാണ്. ഒരു ബാറ്ററി കൂടെ വാങ്ങുന്നതായിരിക്കും നന്നാവുക. കാരണം എന്താ വെച്ചാൽ 1500 mAh ആണിത്. അപ്പോൾ ചാർജിങ് നമുക്ക് അത്യാവശ്യം സമയം ചാർജിങ് 1 to 2 hour ചാർജിങ് അവർ മെൻഷൻ ചെയ്യുന്നുണ്ട്. എന്നാലും നമുക്ക് 20 to 30 minutes നമുക്ക് ഓടിക്കാൻ പറ്റുന്നുള്ളൂ. അപ്പം വേറൊരു ബാറ്ററി നല്ലതാണ്. പിന്നെ ഇതാണ് ഇതിൻ്റെ ചാർജിങ് കേബിൾ വരുന്നത്. അത് എന്താ പറയുക, ചാർജിങ്ങിന് വൈറ്റും പിന്നെ അതുപോലെ തന്നെ വണ്ടിയിൽ കണക്ട് ചെയ്യാൻ റെഡുമാണ് പോർട്ട് വരുന്നത്. ഇത് പിന്ന്, വണ്ടിയുടെ അത്യാവശ്യം പിന്നിൻ്റെ ആവശ്യമുണ്ട്. പിന്നെ നമ്മുടെ റിമോട്ട്. വണ്ടിയിലോട്ട് വരാം. വണ്ടിയിൽ നമുക്ക് അത്യാവശ്യം എന്താ പറയുക, കൊളീഷൻ കൺട്രോളൊക്കെ കൊടുത്തിട്ട് നല്ല അടിപൊളിയായിട്ട് യെല്ലോ കളറിലാണ്. യെല്ലോ കളറിൽ മാത്രമാണ് ഈ ഒരു മോഡൽ വരുന്നത് കേട്ടോ. ഇതിൻ്റെ പുറത്ത് 4x4, ബാക്കിൽ ലൈറ്റൊക്കെ ഉണ്ട്, എല്ലാം വർക്കിംഗ് ആണ്. ഒരു ചെറിയിക്കാൻ മോഡലൊക്കെ ഉണ്ട്. ബാക്കിൽ സ്റ്റെപ്പിന് ടയർ ഉണ്ട്, നമുക്ക് ചേഞ്ച് ആക്കി വെക്കാനൊക്കെ പറ്റും. പിന്നെ എന്താ പറയുക, ജെറിക്കാനൊക്കെ ഫിക്സ് ചെയ്തതാണ്. ഇപ്പുറത്തൊരു ജാക്കിയുടെ മോഡലുണ്ട്. ബാക്കിൽ റെഡ് ലൈറ്റൊക്കെ ഉണ്ട് കേട്ടോ, ക്ലൈംബിംഗ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. സൈഡിൽ മിറർ വരുന്നുണ്ട്. പിന്നെ എന്താ പറയുക, അത്യാവശ്യം നല്ല അടിപൊളി ലുക്കിലാണ് വരുന്നത്. ഹെഡ് ലൈറ്റ് ഉണ്ട്. പിന്നെ നല്ല ഫ്രണ്ടിൽ നല്ല ബമ്പർ ഉണ്ട്, പോയി ഇടിച്ചാൽ അധികം ഒന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം നല്ല കാണാൻ നല്ല ഭംഗിയുള്ള റേറ്റാണ്. 1:10 സ്കെയിൽ അതുകൊണ്ട് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. അപ്പോൾ ഏറെക്കുറെ ഇതാണ് നമ്മുടെ വണ്ടി കാണാൻ. പിന്നെ ഇത് കണ്ടോ, ഇതിന് എന്താ പറയുക, ഡിഫറൻഷ്യൽ ലോക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. വണ്ടി ചുമ്മാ കയറ്റത്ത് നിർത്തി ഇറങ്ങിപ്പോവും. ഈ പിന്നാണ് നമുക്ക് ഊരേണ്ടത് കേട്ടോ, വണ്ടീൻ്റെ ബോഡി ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ട്. നല്ല സോഫ്റ്റ് ടയറാണ്, അപ്പോൾ എവിടെയും കയറും. ഒരു 4 പിന്ന് വരുന്നുണ്ട്. ആ 4 പിന്നിങ് ഊരിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടിയുടെ ഈ ഒരു എന്താ പറയുക, ബോഡി അങ്ങ് പൊക്കാം.
4 പിന്ന് മാറ്റി വെച്ചിട്ട് ഊരിയെടുത്ത് കഴിഞ്ഞാൽ ഇതാണ് സംഭവം. ഇതിൽ ലൈറ്റിൻ്റെ കണക്ഷൻസ് മാത്രമാണ് ബോഡിയിലോട്ട് വരുന്നൊരു കണക്ഷൻ വരുന്നത്, ബാക്കിയെല്ലാം ആ ഒരു ഇതിനകത്താണ്. ഇനി നമുക്കൊന്ന് അതിനകത്തോട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അത് മോട്ടറാണ്. മോട്ടറിനകത്ത് എന്താ പറയുക, കൂൾ സിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, കൂളിങ്ങിനുള്ള അതൊക്കെ കൊടുത്തിട്ടാണ്. ഇൻ്റഗ്രേറ്റഡ് ഈസി ആയിട്ട് വരുന്ന ടൈപ്പ് ആട്ടോസ് എന്താ പറയുക ബോഡി വരുന്നത്. ഇതാണ് നമ്മൾ ബാറ്ററി കണക്ട് ചെയ്യുന്ന പോർട്ട്, നേരത്തെ കാണിച്ചില്ലേ റെഡ്. ഇതാണ് ഇതിൻ്റെ സസ്പെൻഷൻ വരുന്നത്. സസ്പെൻഷൻ ഇച്ചിരി ഹാർഡായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഓടിക്കുമ്പോൾ. ബോഡി തീരെ വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് സസ്പെൻഷൻ അങ്ങനെ നമുക്കങ്ങ് ഫീൽ ചെയ്യാൻ ഇച്ചിരി പാടാണ്. പിന്നെ ഇവിടെയാണ് ഇതിൻ്റെ ബാറ്ററി വരിക. ഈ ഒരു കമ്പാർട്ട്മെൻറ്റിനകത്ത് ഇവിടെയാണ് നമുക്ക് ഫിക്സ് ചെയ്യാനുള്ളത്. എല്ലാം ഒരു പിന്നിൻ്റെ കളികളാണ്. അപ്പോൾ അതിന് മാത്രം പിന്നെ അവർ കവറിൽ എക്സ്ട്രാ തന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ റിസീവർ കാര്യങ്ങൾ വരുന്നത്. പിന്നെ അവിടുന്ന് ലൈറ്റിൻ്റെ കണക്ഷൻസ് അവിടെ വേറെയും എക്സ്ട്രാ ഫ്രീ പോർട്ട് ഉണ്ട്. അത് നമുക്ക് ഇൻഡിക്കേറ്ററൊക്കെ സെറ്റ് ചെയ്യാനുള്ളതായിരിക്കും അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ഹെഡ് ലൈറ്റിൻ്റെ വയറ്, അതുപോലെ തന്നെ ബ്രേക്ക് ലൈറ്റിൻ്റെ ബാക്കിൽ റെഡ് ലൈറ്റ് ഉണ്ട്. ബാറ്ററി ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഇവിടെയാണ് ഓൺ ബട്ടൺ വരുന്നത്. അതൊരു ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എപ്പോഴും ഓണാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കവർ ഊരണം. കാരണം ഇടയ്ക്ക് ഇതായിട്ടില്ലെങ്കിൽ വണ്ടി ഓഫാവും ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ. ഇവിടെ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യും റിമോട്ട് കണക്റ്റ് ആയിട്ടില്ലെങ്കിൽ. റിമോട്ട് കണക്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്ലിങ്കിങ് ഓഫ് ആവും. ഇപ്പോൾ ഉണ്ടോ ബ്ലിങ്കിങ് ഓഫായി. റൈറ്റ് ലെഫ്റ്റ് പിന്നെ വലിയ സൈസ് ആയതുകൊണ്ട് അത്ര ടേണിങ് കിട്ടുന്നില്ല. എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് എന്താ പറയുക ത്രോട്ടിലിനൊരു എന്താ പറയുക കൺട്രോൾ വരുന്നുണ്ട്. അത് നമുക്ക് ചുമ്മാ തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഓട്ടോമാറ്റിക്കലി ഫ്രണ്ടിലോട്ട് പോയി. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സ്പീഡിലൊക്കെ സെറ്റ് ചെയ്തിട്ട് ചുമ്മാ ക്രൗളിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ പറ്റും. അല്ലാതെ റിമോട്ടിൽ ലോ സ്പീഡ് ഹൈ സ്പീഡ് എന്ന് പറഞ്ഞ 2 മോഡില്ല. ഇങ്ങനൊരു ക്രൗളിംഗ് ഒരു സെറ്റപ്പും ഉണ്ട്. നമുക്ക് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും നമുക്ക് സ്പീഡ് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ത്രോട്ടിൽ അത്യാവശ്യം ഫാസ്റ്റ്. എനിക്ക് പിന്നെ പണ്ടേ ഫാസ്റ്റിൽ മൂവ് ചെയ്ത് ഇഷ്ടമല്ല. എപ്പോഴും ഞാൻ ഈ ക്രൗളിങ്ങാണ് ചെയ്യാറ്. പയ്യെ വണ്ടി പോകുന്ന സമയത്ത് അപ്പോഴേ നമുക്കൊരു റിയൽ വണ്ടിയുടെ ഒരു ലുക്ക് ആൻഡ് ഫീൽ കിട്ടുള്ളൂ. സ്പീഡിൽ ഓടിക്കാൻ പൊതുവേ നമ്മൾ ഡ്രിഫ്റ്റ് കാറൊക്കെ ഉണ്ടല്ലോ, ഇടച്ചൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഭയങ്കര നല്ല ഭംഗി തോന്നുന്നില്ലേ. ഇതാണ് ഇതിൻ്റെ ബാക്കിലെ റെഡ് ലൈറ്റ് ഞാൻ പറഞ്ഞത്. ഇത് ഫ്രണ്ടിലെ ഹെഡ് ലൈറ്റ്. ഇത് 3 മോഡാണ്. വൈറ്റ്, പിന്നെ ഒരു റിങ് ബ്ലൂ കളർ വരുന്നുണ്ട്. പിന്നെ നമുക്കത് ചേഞ്ച് ആയിക്കൊണ്ട് നിൽക്കുന്ന രീതിയിലൊരു മോഡും ഉണ്ട്. ഇത്രയും മോഡ്. ഒരു ലൈറ്റ് ബട്ടൺ അതിൽ വരുന്നുണ്ട്, അതിനകത്ത് വരുന്നത്. ബാക്കിയെല്ലാം ഒറിജിനൽ വണ്ടിയുടെ പോലെയൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഡ്രൈവ് ചെയ്യുന്നത് കാണാം.
ഇത് ഞാൻ പറഞ്ഞ നേരത്തെ ഡിഫറൻഷ്യൽ ലോക്ക് ഇല്ല എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ ചെയ്താണ്. ഇത് സ്റ്റെപ്പ് ഒന്ന് കയറുമോ നോക്കാൻ വേണ്ടിയിട്ട്, പക്ഷേ കയറുന്നില്ല. അത്യാവശ്യം റഫായിട്ടുള്ള ഏരിയയിലൊക്കെ കയറി പോകുന്നുണ്ട്, സ്മൂത്തിൽ അങ്ങനെ കയറുന്നില്ല. തൽക്കാലം നമുക്ക് മുകളിൽ നിന്ന് താഴോട്ട് ഇറക്കാം. അത്യാവശ്യം നല്ല കൺട്രോളിലാണ് ഇറങ്ങിയിട്ടുള്ളത്. അത് ടയറിൻ്റെ ഗ്രിപ്പും ഇതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെയാണ് സൈഡിലോട്ട് അധികം പോവാതെ. അപ്പോൾ ഏറെക്കുറെ ഇത്രയൊക്കെയാണുള്ളത്. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിനകത്ത് ഇതിൻ്റെ സെയിൽ നടക്കുന്നുണ്ട്, RC ആൻഡ് ഡൈകാസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. ഒത്തിരി ഐറ്റംസ് നമ്മുടെ അടുത്ത് സെയിലിന് അവൈലബിൾ ആണ്. നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള വേറെ ഐറ്റംസിൻ്റെ ഫോട്ടോസും വീഡിയോസും അതുപോലെ തന്നെ അൺബോക്സിങ് വീഡിയോസൊക്കെ ഉണ്ട്. അൺബോക്സിങ് വീഡിയോസ് നമ്മൾ യൂട്യൂബിൽ ഒരുപാട് ചെയ്തിട്ടിട്ടുണ്ട് വേറെ ഐറ്റംസിൻ്റെ. താല്പര്യമുള്ള ആളുകൾക്കൊന്ന് കയറി നോക്കുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടത് എന്താണെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തൊന്ന് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.